السلام عليكم. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, എൻ്റെ സഹപാഠികളെ, അസ്സലാമു അലൈക്കും. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുമായി അറിവിന്റെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ച് സംവദിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഭൂലോക സൃഷ്ടികളിലെ ഉന്നതനാണ് മനുഷ്യൻ. ഭൂമിയിലുള്ള ചേതന അചേതന വസ്തുക്കളിൽ നിന്നും മനുഷ്യൻ വ്യതിരിക്തനാകുന്നത് അവന്റെ അറിവും വിവേകം കൊണ്ടാണ്. തന്റെ ജീവിതത്തിൽ ചിട്ടയായ രൂപത്തിൽ ചിട്ടപ്പെടുത്താനും ജീവിത ലക്ഷ്യങ്ങളെ തേടിപ്പിടിക്കാനുള്ള ഒരു പ്രധാന ആയുധമായിട്ടാണ് അറിവ് വർദ്ധിക്കുന്നത്. ഒരു ഭാഷ പഠിച്ചാൽ നിനക്ക് ഒരു ചിറക് മുളച്ചു, രണ്ട് ഭാഷ പഠിച്ചാൽ നിനക്ക് രണ്ട് ചിറക് മുളച്ചു എന്ന് പ്രശസ്ത നോവലിസ്റ്റ് ഷേക്സ്പിയറിന്റെ വാക്കുകൾ അതെത്രയോ പ്രശസ്തമാണ്. കൂടുതൽ അറിവ് തേടുന്നതിലൂടെ മനുഷ്യൻ അവന്റെ ലക്ഷ്യത്തിലെത്തുകയാണ് ചെയ്യുന്നത്. ലോകത്തിൽ ഭാവിച്ചിട്ടുള്ള എല്ലാ മതങ്ങളും അറിവിന്റെ പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചതായി നമുക്ക് ദർശിക്കാൻ സാധിക്കും. അറിവിനെ അതിൻ്റെതായ മഹത്വം നൽകുന്ന മതമാണ് ഇസ്ലാം. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ എന്ന പ്രശസ്തമായ ചോദ്യം ലോക ജനതയിലേക്ക് തൊടുത്തുവിട്ടുകൊണ്ട് ഖുർആൻ അറിവുള്ളവരുടെ സ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നു. മുന്നോട്ടുള്ള ഗമനത്തിൽ അപജയം സംഭവിച്ചിട്ടുള്ള ഏതൊരു രാജ്യത്തിന്റെയും നാട്ടുകാരുടെയും അവസ്ഥ നാം പരിശോധിച്ചാൽ അതിൽ അറിവുള്ളവന്റെ അഭാവമായിരിക്കും അതിന്റെ ഏതുമായി നമുക്ക് ലഭിക്കുക. ചൈനക്ക് സംഭവിച്ചിട്ടുള്ളത് അതാണല്ലോ. വിദ്യ മനുഷ്യന്റെ കളഞ്ഞുപോയ സ്വത്താണ്, അതെവിടെ കണ്ടാലും പെരട്ടിയെടുക്കുക എന്ന പ്രശസ്തമായ അറിവിനെ മനുഷ്യന്റെ അമൂല്യമായ സ്വത്തിനോട് ബഹുമാനിച്ചു കൊണ്ടുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അതെത്രയോ മഹാന്മാരെ സൂചിപ്പിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിൽ ഉണ്ടായിരുന്ന രണ്ട് സഹോദരന്മാരിൽ ഒരാൾ അറിവ് തേടുന്നവനും മറ്റൊരാൾ കുടുംബത്തിന് വേണ്ടി വരുമാനം കണ്ടെത്തുന്നവനുമായിരുന്നു. ഇദ്ദേഹം അറിവ് തേടുന്ന സഹോദരനെ പറ്റി പരാതി പറഞ്ഞ സമയത്ത് ഇവനെ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ജോലിയിൽ ബർക്കത്ത് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിൽ അറിവിന്റെ മഹത്വം പഠിപ്പിച്ചു കൊടുത്തു. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന ആപ്തവാക്യം കണ്ടുപിടിക്കുന്നതിന് എത്രയോ മുമ്പുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്താവനകൾ തീർത്തും പ്രശംസനീയമാണ്. പക്ഷേ വർത്തമാന കാലത്ത് വിജ്ഞാന കേന്ദ്രങ്ങളിലൂടെ അസംസ്കാരിക വർത്തമാനങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മതബോധനങ്ങൾ പരിച്ചെറിഞ്ഞു, ധർമ്മവധങ്ങൾ വലിച്ചെറിഞ്ഞു, നികൃഷ്ടമായ ഒരു ഭാവി നവകാലിക മറ്റങ്ങളിൽ വളരുന്നുവോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മനുഷ്യന് വേണ്ടത് ധാർമ്മിക വിദ്യയാണ്. ഇന്ന് ലോകത്തിൽ മാഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അത് തിരിച്ചെടുക്കാനാണ് ദർശ ശ്രമിക്കുന്നത്. അതിൽ നാം പകരേണ്ടത് ധർമ്മപ്രകാശത്തെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.